ബൈക്ക് അപകടത്തിന് പിന്നാലെ സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ച 17-കാരൻ മരിച്ചു. പത്തനംതിട്ട കുഴിക്കാലയിലാണ് സംഭവം. നെല്ലിക്കാല സ്വദേശി സുധീഷാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന കുലശേഖരപതി സ്വദേശി സഹദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുധീഷിനെ സഹദ് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോഴാണ് അപകടം ഉണ്ടായത്. പറഞ്ഞത് കുഞ്ഞിട്ടിട്ട് ഓടി ഒരു പെട്ടിയോട്ട് വന്ന് തട്ട് വെട്ടിച്ച് മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ട്. അതിനെപ്പറ്റി അത് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ മിച്ചർ മേടിക്കാൻ അവിടെ കണ്ടൊരു കാവിൻ്റെ ഇടം കണ്ടൊരു മിച്ചർ വിൽക്കുന്നൊരു വീടുണ്ടായിരുന്നു. അവിടോട്ട് പോകാൻ പറഞ്ഞെന്ന് പറയുന്നു, നമുക്കറിയത്തില്ല. അത് അവന് ഇവിടെ മീൻ കച്ചവടം എങ്ങാണ്ട് പത്തട്ടേക്ക് നടത്തുന്ന. ഇവനിങ്ങനെ കല്യാണം ഇതിന് ലൈറ്റ് ഇടാനും ഒക്കെ പോകുന്ന അങ്ങനെ ഒത്തിരി പരിചയക്കാരുണ്ട്. അങ്ങനെയുള്ളതേ ഉള്ളൂ. അതിട്ടിട്ട് പോയിട്ടിപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവൻ്റെ കൂടെ അവൻ്റെ കൂടെ വരുവാന്ന് പറഞ്ഞ് പോയതാണ്. എങ്കിൽ പോലും അങ്ങനെ ഓടിപ്പോയപ്പോൾ വിഷമമുണ്ട്. ഇങ്ങനെ പറയുന്നത് കേട്ട് ഇവർ വന്ന് പറഞ്ഞു, നമ്മൾ കണ്ടില്ല, കണ്ടവർ പറയുന്നത് കേട്ടതാ. ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. മരിച്ച സുധീഷിന്റെ വീട്ടിൽ നിന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നത്. ശ്രീജിത്ത്, ഈ സുധീഷിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയതാണല്ലോ, എന്നിട്ടാണ് അപകടം ഉണ്ടായപ്പോൾ ഇത്തരത്തിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോയത് ആ വിളിച്ചിറക്കി കൊണ്ടുപോയ സഹദ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? അത്തരത്തിൽ, അതായത് ഇന്നലെ 8:30 മണിയോടുകൂടിയാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത് ഈ സഹദും അതുപോലെ തന്നെ സുധീഷും. അതുവരെ ഇവിടെ ഉണ്ടായിരുന്നു 7 മണി വരെ. ഇന്നലെ ഈ ലൈറ്റിൻ്റെയും മറ്റും വർക്കിന് വേണ്ടി, ഈ അമ്പലത്തിൽ മൈക്ക് സെറ്റിൻ്റെയും ലൈറ്റിൻ്റെയും ഒക്കെ വർക്കിന് വേണ്ടി പോകുന്നയാളാണ് സുധീഷ്. ഇന്നലെ 7 മണിയോടും അല്ലെങ്കിൽ 8:30 മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നത്. അതുവരെ രാവിലെ മുഴുവൻ പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ആ സമയം വിളിച്ചിറക്കി കൊണ്ടുപോയത് ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം മിക്സർ വാങ്ങാൻ വേണ്ടി രണ്ടുപേരും ചേർന്ന് ഇവിടുന്ന് പോയി എന്നാണ് അമ്മയടക്കം മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്നു, സഹോദരനാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, ഒപ്പം അമ്മ സുമ. മിക്സർ വാങ്ങാൻ വേണ്ടി ഇവിടുന്ന് പോകുന്നു. അതിനുശേഷമാണ് ഈ ഒരു അപകടം നടക്കുന്നത്. പക്ഷേ അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ സഹദ് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, സുഹൃത്താണ്, ചില പരിപാടികൾക്കൊക്കെ പോകാറുണ്ടെന്നാണ് പറയുന്നത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരാറുണ്ടോ അമ്മേ? ഇല്ല, ഇടയ്ക്ക് അങ്ങനെ വരാറില്ല. കണ്ടിട്ടുണ്ട്, അത്രയോ എനിക്കറിയത്തില്ല. ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ വന്നില്ല. താഴെ അവിടെ ഇവിടുന്ന് ആ സൈക്കിള് കേടായ കാരണത്താൽ അവൻ അതിന് പോയത്. അതാണ് ആദ്യമേന്ന് കയറിയൊരു വലിയ വണ്ടിയായിരുന്നു. അവസാനമായിട്ടോ വണ്ടി കൊണ്ടുപോയി. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു 7 മണി 8:30 മണിയോട് കൂടിയിട്ടല്ലേ ഇവിടുന്ന് പോകുന്നത് മോൻ? 8:30 മണിക്കാ. ലൈറ്റിൻ്റെ ഒക്കെ ജോലിക്ക് പോകുന്ന ആളാണോ? എന്താ പോലീസ് വിളിച്ച് ഏറ്റവും ഒടുവിൽ എന്താ പറഞ്ഞത്? 2 മണിയോട് കൂടിയിട്ടല്ലേ പോലീസ് വിളിച്ച് വിവരം പറഞ്ഞത്? നിർത്താതെ പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി നിർത്താതെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു. ടെമ്പോക്കാർ ഇവിടെ വന്ന് പോയവർ വന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പോയില്ല, ഞാനിവിടെ എന്നെ ആരും കൊണ്ടുപോയില്ല, ആരും വരണ്ടെന്നും പറഞ്ഞു ഇവിടെ ഉള്ളവരൊക്കെ പോയത്. മോൻ അനിയൻ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, അവന് ഞാൻ എലന്തൂരായിരുന്നു, എൻ്റെ മാമൻ്റെ വീട്ടിലായിരുന്നു. സമയത്ത് ഉണ്ടായിരുന്നില്ല അല്ലേ? സഹദിനെ കണ്ടിട്ടുണ്ടോ? സുഹൃത്താണോ ഇയാളുടെ? ഞാനിവിടെ ചില സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ വരുന്ന കണ്ടിട്ടുണ്ട്, അല്ലാതെ മിണ്ടിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതാണ് ആ കുടുംബത്തിന് പറയാനുള്ളത്. എന്താണ് കാരണം എന്നതിനെക്കുറിച്ച് അറിയില്ല. ഒരുപക്ഷെ ഭയപ്പെട്ടിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. ഇങ്ങനെ അപകടം സംഭവിച്ചപ്പോൾ ഭയപ്പെട്ടിട്ടുണ്ടാകും. 20 വയസ്സുകാരനാണ്, ഒരുപക്ഷെ ഭയപ്പെട്ടിട്ടുണ്ടാകാമെന്ന് പറയുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ സ്വാഭാവികമായി അങ്ങനെ വഴിയിൽ അരികിൽ ഒരാളെ ഇട്ടിട്ട് പോകുമ്പോൾ അത് നാട്ടുകാർ തടഞ്ഞു വെക്കുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും ഈ പറയുന്ന ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന. ആശുപത്രിയിലെത്തുന്നതിന് മുൻപേ മരണം സംഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ. അതിനുശേഷം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ട് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലാണ് സഹദ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.